നമസ്കാരം. ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. കൊരട്ടി മാമ്പ്ര കുലയിടത്തുള്ള കിടക്ക കമ്പനിയിൽ തീപിടുത്തം. ഇവിടെ സൂക്ഷിച്ചിരുന്ന മുഴുവൻ കിടക്കകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ചാലക്കുടി മാർക്കറ്റിലെ അറവുശാലയിലേക്കുള്ള നടവഴി സഞ്ചാരയോഗ്യമാക്കി. നടവഴിയിലെ ചെളി വാരി മാറ്റിയ ശേഷം മെറ്റലടിച്ച് താൽക്കാലികമായാണ് സഞ്ചാരയോഗ്യമാക്കിയത്. മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റേറ്റ് ലെവൽ ബി സ്മാർട്ട് അബാക്കസ് വിജയികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം. വിശദമായ വാർത്തകളിലേക്ക് പോകാം. കൊരട്ടി മാമ്പ്ര കുലയിടത്തുള്ള കിടക്ക കമ്പനിയിൽ തീപിടുത്തം. ലാമിയർ കിടക്ക കമ്പനിയിലാണ് തീപിടിച്ചത്. ഇവിടെ സൂക്ഷിച്ചിരുന്ന മുഴുവൻ കിടക്കകളും കത്തിനശിച്ചു. വിലപിടിപ്പുള്ള മെഷീനുകളും അഗ്നിക്കിരയായി. തിങ്കളാഴ്ച രാവിലെ 7:30 പുക ഉയരുന്നത് കണ്ട് നാട്ടുകാർ എത്തിയപ്പോഴാണ് വിവരമറിയുന്നത്. മാള, അങ്കമാലി, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തി ഏറെ നേരത്തെ ശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത്. ചാലക്കുടി പാലത്തിലെ ഗതാഗത കുരുക്കിനെ തുടർന്ന് ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്താൻ വൈകി. രാവിലെ ആയതിനാൽ കമ്പനിയിൽ തൊഴിലാളികൾ ഇല്ലാതിരുന്നതിനാൽ ആളപായം ഉണ്ടായില്ല. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. ചാലക്കുടി മാർക്കറ്റിലെ അറവുശാലയിലേക്കുള്ള നടവഴി സഞ്ചാരയോഗ്യമാക്കി. വേനൽ മഴയെ തുടർന്ന് ചെളി കൂടിക്കിടന്ന നടവഴിയിലെ ചെളി വാരി മാറ്റിയ ശേഷം ചെറിയ മെറ്റലടിച്ച് താൽക്കാലികമായി സഞ്ചാരയോഗ്യമാക്കുകയായിരുന്നു. മാർക്കറ്റ് സന്ദർശിക്കാനെത്തിയ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഷിഫ സന്തോഷിനോട് മാംസവ്യാപാരികൾ വഴി സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബുവിന്റെ നിർദ്ദേശപ്രകാരം JCB ഉപയോഗിച്ച് രാവിലെ മുതൽ ചെളികൾ മുഴുവൻ വാരിമാറ്റിയ ശേഷം മെറ്റലടിച്ച് താൽക്കാലികമായി വൃത്തിയാക്കിയത്. രാവിലെ നമ്മൾ മാർക്കറ്റിലേക്ക് വന്നതാണ്. ആഴ്ചയിൽ ഒരു ദിവസം മാർക്കറ്റിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്നും അതേപോലെ തന്നെ നമ്മളൊന്ന് വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ മാർക്കറ്റിലെ ആളുകൾ എല്ലാവരും ആവശ്യപ്പെട്ടു. ഇവിടെ വേനൽമഴ വന്ന കാരണം കൊണ്ട് ചെളി കൂടി ആകെ വൃത്തികേടായിട്ട് കിടക്കാണ്. അവർക്ക് നടക്കാൻ പറ്റണില്ല. വെളുപ്പം കാലത്തൊക്കെ ഈ ഇറച്ചിയൊക്കെ വെട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ അത് കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിക്കണില്ല ചെളി കാരണം കൊണ്ട് എന്ന് പറഞ്ഞ കാരണം കൊണ്ട് നമ്മൾ ഇന്ന് തന്നെ JCB ഒക്കെ വരുത്തിക്കൊണ്ട് ഇവിടെ ക്ലീൻ ചെയ്ത് ഇപ്പോൾ അവർക്ക് മെറ്റലൊക്കെ അടിച്ചു കൊടുത്ത് സഞ്ചാരയോഗ്യമാക്കി കൊടുത്തിട്ടുണ്ട്. പുത്തഞ്ചിറ പാറമേൽ തൃക്കോവിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം തുടരുകയാണ്. 5 ദിവസം രുക്മിണി സ്വയംവരം ചടങ്ങ് നടന്നു. പൂതനാമോക്ഷം, ശകടാസുരവധം, തൃണാവർത്താസുരവധം, ബാലലീല, വൃന്ദാവന ലീലകൾ, ഗോവിന്ദ പട്ടാഭിഷേകം, രാസക്രീഡ, മധുരാലീലകൾ എന്നിവയായിരുന്നു പാരായണ ഭാഗങ്ങൾ. സപ്താഹം നാളെ സമാപിക്കും. പാല പുളിയന്നൂർ വടക്കേ മഠം മധുസൂദനൻ നമ്പൂതിരിയാണ് യജ്ഞാചാരി. ഇന്നത്തെ നമ്മൾ യാഗം പാരായണം ചെയ്യും. അതിനുശേഷം എല്ലാവരും അകത്തേക്ക് പോവുക. ദീപാരാധന കഴിഞ്ഞ് തിരിച്ചുകൂടെ വന്നാൽ ഇരിക്കുക. മുന്നേ അകേണം കഥയായ ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ ഉത്തരാർദ്ധേ ത്രിപഞ്ചാശതമോധ്യായ ശ്രീശുഗോവാചാം പരിധധ്യാസന്ദേശം നിസംഹേതുനന്ദന പ്രകൃത്യപാണിന പാണി. ചെട്ടിക്കാട് വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് നടത്തിവരുന്ന ഈ വർഷത്തെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന ദിവ്യബലിക്ക് ഫാദർ റോബി കളത്തിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ഡോക്ടർ സിജൻ മണുവേലിപ്പറമ്പ് വചന സന്ദേശം നൽകി. തുടർന്ന് ഈ വർഷത്തെ തിരുനാളിനോടനുബന്ധിച്ച് നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. ഈ വർഷത്തെ കാരുണ്യ പ്രവർത്തനത്തിനായി 8 ലക്ഷം രൂപയാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ, ഫാദർ ആൻസ് പല്ലിശ്ശേരി എന്നിവർ നേതൃത്വം നൽകി.
മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റേറ്റ് ലെവൽ ബി സ്മാർട്ട് അബാക്കസ് വിജയികളെ അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ 32-ാം വാർഡ് വികസന സമിതിയും മേത്തല ഗവൺമെന്റ് UP സ്കൂൾ PTIയും സംയുക്തമായാണ് അനുമോദനം സംഘടിപ്പിച്ചത്. രാവിലെ സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി കൊടുങ്ങല്ലൂർ നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ PTA പ്രസിഡന്റ് NA സാദിഖ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ആഷിഖ് മുഖ്യാതിഥിയായിരുന്നു. അബാക്കസ് പരീക്ഷയിൽ മികച്ച വിജയം നേടിയ 19 കുട്ടികളെ ചടങ്ങിൽ അനുമോദിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KM രതീഷ്, വാർഡ് കൗൺസിലർമാരായ MK സഹീർ, വിജയലക്ഷ്മി, പ്രധാനാധ്യാപിക അജിത പാട്ടാരിൽ, KA നസ്രിയ എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ സുന്നി കൾച്ചറൽ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്ക് സൗജന്യ മെഡിക്കൽ കാർഡ് വിതരണം ചെയ്തു. നിയുക്ത MLA OJ ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം പങ്കെടുക്കുന്ന 3-ാമത്തെയോ 4-ാമത്തെയോ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ പങ്കെടുത്ത എല്ലാ പരിപാടികളും സമാനമായ സ്വഭാവമുള്ള ഒരു പരിപാടികൾ തന്നെയാണ്. എല്ലാ പരിപാടികളുടെയും പൊതുവായ ഒരു തന്തു എന്ന് പറയുന്നത്, പൊതുവായൊരു കോമൺ എലമെൻ്റ് എന്ന് പറയുന്നത്, അത് മനുഷ്യ സമൂഹത്തിന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന, സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന, ചേർത്ത് പിടിക്കലിൻ്റെ ഭാഗമായ ഒരു രാഷ്ട്രീയം പങ്കുവെക്കുന്ന പരിപാടികളാണ് എന്നുള്ളതാണ്. ഇവിടെ സുന്നി കൾച്ചറൽ സെൻ്ററിൻ്റെ നേതൃത്വത്തിൽ നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെല്ലാം തന്നെ ഒരു പതിറ്റാണ്ട് കാലമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. സമൂഹത്തിലെ പ്രയാസം അനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിൽ ഒരു ആശ്വാസമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടന. അത്തരത്തിലൊരു പരിപാടി നടത്തപ്പെടുന്നു എന്നുള്ളത് അറിയുന്ന ഘട്ടത്തിൽ ഇതിൻ്റെ സംഘാടകരായിട്ടുള്ള ആളുകളെല്ലാം വിളിച്ച സമയത്ത് തന്നെ ഞാൻ വളരെ നിർബന്ധപൂർവ്വം തന്നെ പറഞ്ഞു, നിർബന്ധമായും പരിപാടിക്ക് എത്തിച്ചേരും. അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷനായി. സയ്യിദ് ശംസുദ്ദീൻ തങ്ങൾ, അസീസ് നിസാമി, റഫീഖ് NA, നൌഷാദ്, സഗീർ, അക്ബർ, സീനിയർ TA, ഹൈദരാലി, അൻവർ കാരയിൽ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊരട്ടി മാമ്പ്ര കുലയിടത്തുള്ള കിടക്ക കമ്പനിയിൽ തീപിടുത്തം. ഇവിടെ സൂക്ഷിച്ചിരുന്ന മുഴുവൻ കിടക്കകളും കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് പ്രാഥമിക നിഗമനം. ചാലക്കുടി മാർക്കറ്റിലെ അറവുശാലയിലേക്കുള്ള നടവഴി സഞ്ചാരയോഗ്യമാക്കി. നടവഴിയിലെ ചെളി വാരി മാറ്റിയ ശേഷം മെറ്റലടിച്ച് താൽക്കാലികമായാണ് സഞ്ചാരയോഗ്യമാക്കിയത്. മേത്തല ഗവൺമെന്റ് UP സ്കൂളിൽ സ്റ്റേറ്റ് ലെവൽ ബി സ്മാർട്ട് അബാക്കസ് വിജയികളെ അനുമോദിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം. ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.